12 മണിക്കാ ക്ലാസ് കയറണ്ടേ. ഇത് 12:45 തീരുന്നില്ലല്ലോ. ഇവൻ എന്തൊരു പഠിപ്പീരാ. അപ്പൊ 10ലും 12ലും ഒക്കെ ആവുമ്പോ എന്തൊരു പഠിപ്പീരായിരിക്കോ ആവോ. എന്റെ അമ്മേ, ഓർക്കുമ്പോ തന്നെ ടെൻഷനാ. ഒന്ന് ഞാൻ പെട്ടെന്ന് വലിയതായിരുന്നെങ്കിൽ ചേട്ടന്മാരെ ചേച്ചിമാരെ ഒക്കെ പോലെ കോളേജിൽ അടിച്ചു പൊളിക്കായിരുന്നു. ടോം, എവിടെയാ ശ്രദ്ധിച്ചിരിക്കുന്നേ? ഇവിടെയാണോ ശ്രദ്ധിക്കുന്നേ? യെസ്, ഞാൻ ഇവിടെയാ ശ്രദ്ധിച്ചിരിക്കുന്നേ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നോട്ട്സ് എഴുതാനുള്ളവർ ഇന്ന് തന്നെ നോട്ട്സ് എഴുതി എൻ്റെ വാട്സാപ്പിലേക്ക് ഫോട്ടോ അയച്ചു തരണം. അങ്ങനെ അയക്കാത്തവരുടെ എല്ലാവരുടെയും ഞാൻ പേരൊരു ലിസ്റ്റിൽ എഴുതി ഞാൻ നിങ്ങളുടെ പാരൻസിനെ വിളിക്കുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്. ഓക്കെ മാം, താങ്ക് യു. എന്തൊരു കഷ്ടമാ ഇത്. ഇതിനെയൊക്കെ തന്നെ ആയിരിക്കും പീഡനം എന്ന് പറയുന്നത്. ടീച്ചർമാർക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇനി നോട്ട്സ് എഴുതി സബ്മിറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ പാരന്റ്സിനെ വിളിക്കും. എന്തായാലും നോട്ട്സ് അങ്ങ് എഴുതി സബ്മിറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇനി പപ്പേന്റെ അടിയും കൂടെ കൊള്ളണ്ട വരും. എന്റെ കണ്ണ്. എന്തായാലും ഇത്തിരി റെസ്റ്റ് എടുത്തിട്ടേക്ക് നോട്ട്സ് എഴുതിയാ പോരെ. അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്താ പരിപാടി? ഞാൻ എന്ത് പരിപാടിയായിട്ടോ മോനെ, ഞാൻ ഈ പത്രം വായിക്കാൻ തുടങ്ങുമായിരുന്നു. ടോമോന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു അമ്മച്ചി. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് പഠിച്ചാൽ മതിയായിരിക്കും അല്ലേ? അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ നിങ്ങൾക്ക് 4 മണി വരെ ഇരുന്ന് പഠിക്കണ്ടേ? ഇതമ്മച്ചി എന്താ പറയുന്നേ? സ്കൂളാ ഇതിനേക്കാളും ഭേദം. എന്തോരം നോട്ട്സ് ആണെന്നറിയോ തരുന്നേ. സ്കൂളിലൊക്കെ ആയിരുന്നെങ്കിൽ ഫ്രണ്ട്സിനോട് കളിക്കാനെങ്കിലും ചെയ്യായിരുന്നു. ഇവിടെയാണെങ്കിൽ അതും പറ്റുകയില്ല. പോട്ടെ ടോമോനെ, സാരമില്ല ടോമോനെ. ഈ കൊറോണ കാരണമല്ലേ ഇതെല്ലാം. ഈ കുഞ്ഞു വൈറസ് ഇത്ര ഭയങ്കരമാണ് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? അതെ അമ്മച്ചി, ഇതെല്ലാം കൊറോണ കാരണമാണ്. അമ്മച്ചി ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? നവംബർ 1 സ്കൂള് തുറക്കുന്ന ടീച്ചർ പറഞ്ഞായിരുന്നു. ന്യൂസ് പേപ്പറിലൊക്കെ എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു. ആണോ ടോമോനെ? ഞാൻ നോക്കട്ടെ. ദേ എഴുതിയിരിക്കുന്നു ടോമോനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ. സ്കൂൾ തുറക്കാൻ ഒരുക്കം. നവംബർ 1 മുതൽ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. അയ്യോ, ഇതെന്താ ഇത്? അല്ല ടോമോനെ, എനിക്കൊരു സംശയം. വലിയവർക്ക് മാത്രമല്ലേ വാക്സിൻ കൊടുത്തിട്ടുള്ളൂ? കുട്ടികൾക്ക് വാക്സിൻ കൊടുത്തിട്ടില്ലല്ലോ? അതെ അമ്മച്ചി, വലിയവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ വാക്സിൻ എടുക്കാതെ കുട്ടികളെ സ്കൂളിൽ വിടാനോ? അല്ല അമ്മച്ചി, ഇപ്പൊ എനിക്ക് ഒരു സംശയം. ഇവർ തന്നെയല്ലേ പറഞ്ഞത് കഴിഞ്ഞ മാസം 2ാം തരംഗം കഴിഞ്ഞു, 3ാം തരംഗത്തിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നതെന്നൊക്കെ. എന്നിട്ടിപ്പോ നമ്മളെ സ്കൂളിൽ വിടാൻ വേണ്ടി തിരക്ക് കൂട്ടുക. ഇതൊക്കെ എന്താണോ ആവോ? അയ്യോ എന്റെ ദൈവം തമ്പുരാനെ, അപ്പൊ ഈ 3ാം തരംഗം ഇവര് തന്നെ കുട്ടികളിലേക്ക് കൊണ്ടുവരുവോ ആവോ?